ബാബു ഫദ്ലുൽ വുളൂ, വുളൂഇന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്ന അധ്യായം. ഖാലല്ലാഹു തആല യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല വുളൂ ചെയ്യുവാൻ വേണ്ടി പഠിപ്പിച്ച ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഈ സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ്സലാത്തി, നിങ്ങൾ നിസ്കരിക്കുവാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ ഫഗ്സിലൂ വുജൂഹക്കും, നിങ്ങളുടെ മുഖങ്ങളെ നിങ്ങൾ കഴുകുക. അത്ര ആയത്തോടെ പറഞ്ഞിട്ടുണ്ട്. വുളൂഇന്റെ മുഴുവൻ കാര്യങ്ങളും വൈദിയക്കും ഇലൽ മറാഫിഖി എന്ന് തുടങ്ങി കാലിൽ കഴുകുന്നത് വരെ വുളൂഇന്റെ എല്ലാ മുഖ്യനുകളും അല്ലാഹു തആല ഈ ആയത്തിൽ പഠിപ്പിച്ചു. മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജിൻ വലാകിൻ യുരീദു ലിയുത്ഹിറക്കും വലിയുതിമ്മ നിഅമതഹു അലൈക്കും ലഅല്ലക്കും തശ്കുറൂൻ എന്ന് ഈ ആയത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പഠിപ്പിക്കുകയാണ്. ഈ വുളൂ ചെയ്യൽ കൊണ്ടും നിസ്കാരം കൊണ്ടും ഒന്നും അല്ലാഹു നിങ്ങൾക്ക് ഒരു പ്രയാസത്തെ ഉദ്ദേശിക്കുന്നില്ല. മാ യുരീദുല്ലാഹു ലിയജ്അല അലൈക്കും മിൻ ഹറജ്, നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാവാനല്ല അല്ലാഹു ഈ അമലുകളിലൂടെ ഉദ്ദേശിക്കുന്നത്. വലാകിൻ യുരീദുല്ലാഹു വലാകിൻ യുരീദു ലിയുത്ഹിറക്കും, നിങ്ങളെ ശുദ്ധിയാവുക, നിങ്ങളെ ശുദ്ധീകരിക്കുക എന്നതാണ് അല്ലാഹു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലിയുതിമ്മ നിഅമതഹു അലൈക്കും, നിങ്ങളുടെ മേലുള്ള അനുഗ്രഹത്തെ, നിഅമത്തിനെ പൂർത്തിയാക്കുക എന്നതുമാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ലഅല്ലക്കും തശ്കുറൂൻ, നിങ്ങൾ അല്ലാഹുവിന് ശുക്റുള്ളവരാകുവാൻ വേണ്ടി. وعن أبي هريرة رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إن أمتي يدعون يوم القيامة غرا محجلين من آثار الوضوء فمن استطاع منكم أن يطيل غرته فليفعل. متفق عليه. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, قال അവൻ പറഞ്ഞു, سمعت رسول الله صلى الله عليه وسلم يقول, റസൂലുള്ളാഹി തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു, ഇന്ന ഉമ്മത്തി യുദ്ഉന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഹജ്ജലീൻ, എൻ്റെ ഉമ്മത്ത്, എൻ്റെ സമുദായം അന്ത്യനാളിൽ മഹ്ശറിൽ വെച്ച് ഖുർറൻ മുഹജ്ജലീൻ വിളിക്കപ്പെടും. മിൻ ആസാരിൽ വുളൂ, വുളൂഇന്റെ അടയാളത്തിനാൽ മുഖവും കൈകാലുകളും വെളുത്തവരെ എന്ന് എന്റെ ഉമ്മത്തിനെ വിളിക്കപ്പെടും. അങ്ങനെയാണ് എന്റെ ഉമ്മത്തിനെ തിരിച്ചറിയപ്പെടുക എന്നാണ്. എല്ലാ പ്രവാചകന്മാരുടെ ഉമ്മത്തികളും അനുയായികളും ഖിയാമത്ത് നാളിൽ അവിടെ ഉണ്ടാകും ഒരേ മൈതാനിയിൽ. അപ്പോൾ നബിയുടെ ഉമ്മത്തിനെ തിരിച്ചറിയുന്ന അടയാളം, വുളൂഇന്റെ അടയാളത്തിനാൽ മുഖവും കൈകാലുകളും വെളുത്തവരെ എന്ന് അവരെ വിളിക്കപ്പെടും. അതായത് വുളൂഇന്റെ വെള്ളം ശരീരത്തിൽ സ്പർശിച്ച ഭാഗങ്ങളിലെല്ലാം ഒരു പ്രത്യേകമായ പ്രകാശം ഉണ്ടാകും എന്റെ ഉമ്മത്തിൽ. അതെന്റെ ഉമ്മത്തിന് മാത്രമുണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും നിർബന്ധമായും കഴുകേണ്ട പരിധിക്ക് അപ്പുറത്തേക്ക് നീട്ടി കഴുകുവാൻ സാധ്യമായാൽ അവന്റെ മുഖത്തെയും അതുപോലെ കൈകാലുകളെയും ഫർദിന്റെ അപ്പുറത്തേക്ക് അല്പം കൂടെ പരിധിക്കപ്പുറത്തേക്ക് കഴുകാൻ സാധ്യമായാൽ അവൻ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും ഭാഗത്തുകൂടെ ഈ വുളൂഇന്റെ വെള്ളം സ്പർശിച്ച മഹത്വവും ആ ഒരു പ്രത്യേകതയും ആ വ്യക്തിക്ക് ഉണ്ടാകുവാൻ വേണ്ടിയാണ്. മുഖം നെറ്റിയിലെ മുകളിൽ തലയിൽ നിന്ന് മുടി മുളക്കുന്ന സ്ഥലം മുതൽക്ക് താടിയലിന്റെ താഴെ അറ്റം വരവും ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെയും ഉള്ള കൃത്യമായ പരിധിയിലുള്ള ഭാഗമാണ് മുഖം. എങ്കിലും അതിന്റെ അപ്പുറത്തേക്ക് പിരടിയും കഴുത്തിന്റെ ഭാഗങ്ങളുമൊക്കെ വുളൂഇന്റെ കൂടെ വെള്ളം കൊണ്ട് കഴുകൽ, വെള്ളം വുളൂഇന്റെ വെള്ളം സ്പർശിക്കൽ സുന്നത്ത്. കൈമുട്ട് ഉൾപ്പെടെയാണ് കഴുകൽ നിർബന്ധമുള്ളതെങ്കിലും മുട്ടിന് മുകളിലേക്ക് തോളക്കൈ കൂടെ കഴുകൽ സുന്നത്തുണ്ട്. ഞെരിയാണി വരെയാണ് കഴുകേണ്ടതെങ്കിലും നിർബന്ധമെങ്കിലും ഞെരിയാണിക്ക് മുകളിലേക്ക് കാൽമുട്ടിന്റെ താഴെയുള്ള ഭാഗവും കഴുകൽ സുന്നത്തുണ്ട്. ഇങ്ങനെ സാധ്യമായാൽ നിങ്ങൾ ചെയ്യുക. അത് അത്രയും ഭാഗം അതിന്റെ ശ്രേഷ്ഠത ഉണ്ടാകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്.